രാജകുലശേഖര മഹിതോദാര അരികുല സംഹാര ചോളരാജ്യ കിരീടപതി അപ്പാൻ, നാം താങ്കളെ ഇന്നിവിടെ ക്ഷണിച്ചു വരുത്തിയത് ഒരു പ്രത്യേക ഉദ്ദേശത്തിലാണ്. നമുക്ക് ഒരു കേളി സൗധം വേണം. ആധുനിക രീതിയിൽ അമ്പരചുംബിയായ അതിമനോഹരമായ ഒരു മാളിക, ശില്പകലയുടെ നൽപ്പും കെൽപ്പും കലർന്ന് കൽപ്പാന്തകാലം നിലനിൽക്കത്തക്കവണ്ണമുള്ള അതിമനോഹരവും അത്യത്ഭുതവുമായ ഒരു സൗധം. ഭാരതത്തിലെങ്കും അതിനു തുല്യമായി മറ്റൊരു സൗധം ഉണ്ടായിരിക്കാൻ പാടില്ല. അതിന്റെ നിർമ്മിതിയിലേക്ക് സഞ്ചാരിയായ താങ്കളുടെ എല്ലാവിധ ഉപദേശങ്ങളും നിർദ്ദേശങ്ങളും സ്വീകരിക്കാൻ നാം തയ്യാറാണ്. അവിടുത്തെ ഇംഗിതം അത് വിദേശ മാതൃകയിലുള്ള ഒന്നായിരിക്കണമെന്നാണോ? നിർബന്ധമില്ല. ഭാരതത്തിന് അത് പുതുമയായതുകൊണ്ട് വിരോധവുമില്ല. ഞാൻ ശില്പകലകളിൽ അനഭിജ്ഞനാണ്. വിദഗ്ധനായ ഒരു ശില്പിയെ വിദേശത്തു നിന്നും കണ്ടുപിടിച്ചു കൊണ്ടുവരാമെന്ന് വിചാരിക്കുന്നതും അത്ര എളുപ്പമല്ല. അല്ലെങ്കിൽ ഭാരതീയ ശില്പകലകളെ വെല്ലുവാൻ കരുത്തുള്ളൊരുത്തിന് ഈ ഭൂലോകത്തെങ്ങും കാണുകയില്ല. നമ്മുടെ ശില്പശാസ്ത്രം അത്രയ്ക്കും മഹത്താണ്. ശാസ്ത്രവും പാണ്ഡിത്യവുമല്ല നമുക്ക് ആവശ്യം, പ്രായോഗിക വിജ്ഞാനമാണ്. മഹാരാജാവേ, ക്രിസ്തുദേവന്റെ ശിഷ്യനായ വിശുദ്ധ തോമ ഇപ്പോൾ പാണ്ഡ്യദേശത്ത് സുവിശേഷ പ്രചരണം നടത്തിക്കൊണ്ടിരിക്കുന്നു. അദ്ദേഹം പ്രേക്ഷിതവൃത്തി സ്വീകരിച്ചിരിക്കുന്നു എങ്കിലും ശില്പകലയിൽ അഗാധ പാണ്ഡിത്യമുള്ള വ്യക്തിയാണ്. അദ്ദേഹത്തെ വരുത്തിയാൽ ആ ഭാരം നാം താങ്കളെ തന്നെ ഏൽപ്പിക്കുന്നു. வாழ்க ചോളമന്നൻ. പ്രഭു, കടപ്പുറത്ത് ഭീമാകൃതിയിലുള്ള ഒരു തടി വന്ന് അടിഞ്ഞിരിക്കുന്നു. ഒരു കൊട്ടാരം പണിയ ഉരുപ്പിടികളും ആ ഒറ്റത്തടി കൊണ്ട് തീരുമെന്നാണ് നമ്മുടെ തച്ചുശാസ്ത്രജ്ഞന്മാരുടെ അഭിപ്രായം. ശുഭവാർത്ത. പുരോഹിത ശ്രേഷ്ഠ, കൽപ്പിച്ചാലും ആ തടി യഥാസ്ഥാനത്ത് എത്തിക്കേണ്ട ചുമതല നാം താങ്കളെ ഏൽപ്പിക്കും. കൽപ്പന പോലെ. ശില്പി ശ്രേഷ്ഠ, അങ്ങയുടെ വിലയേറിയ സമയം പാഴാക്കി അങ്ങയെ ഇവിടെ വരച്ചത് ആവശ്യം എന്താണെന്ന് ആവാൻ അറിയിച്ചിരിക്കും. ഈശ്വരദത്തം എന്ന് നാം വിശ്വസിക്കുന്ന ഒരു മരത്തടിയുടെ കാര്യമാണ് ഗുരുദേവൻ അരുളിച്ചത്. ആ മരത്തടി കൊണ്ട് തോമ ഒരു ഭവനം നിർമ്മിക്കുമെന്ന് കർത്താവ് ലിഖിതപ്പെടുത്തിയിട്ടുണ്ട്. എന്ത്? ഞാനൊരു ലിഖിതവും അതിൽ കണ്ടില്ല. ഒരു വശം മാത്രം നോക്കുന്ന താങ്കൾ മറുവശം കാണാൻ ന്യായമില്ല. അങ്ങനെയാണെങ്കിൽ നമുക്ക് ഏറ്റവും സന്തോഷമുള്ള കാര്യമാണ്. ഒരു ഭവന നിർമ്മാണത്തിന് തന്നെയാണ് താങ്കളുടെ സേവനം നാം ആവശ്യപ്പെട്ടത്. അങ്ങ് ഉദ്ദേശിക്കുന്ന അരമനയല്ല ഞാൻ നിർമ്മിക്കേണ്ടത്. കർത്താവിന്റെ സ്മരണം നിലനിർത്താനുള്ള ഒരു പ്രാർത്ഥനാ മന്ദിരമാണ്. ഇത് ഞാൻ വിശ്വസിക്കുന്നില്ല. അവിശ്വസിക്കാൻ സമയമായില്ലല്ലോ. ഇദ്ദേഹം പറയുന്നത് പരമാർത്ഥമാണെങ്കിൽ ആ മരത്തടി ഉടനെ തന്നെ കരക്ക് കൊണ്ടുവരണം. അങ്ങനെ കൊണ്ടുവരുന്ന പക്ഷം ഇദ്ദേഹം പണിയാൻ ഉദ്ദേശിക്കുന്ന ആലയം അതേ സ്ഥാനത്ത് പണിയാൻ നാം അനുവദിച്ചിരിക്കുന്നു. മന്നവേന്ദ്ര, രക്ഷിക്കണേ, രക്ഷിക്കണേ. ആചാര്യരെ,
എന്തുണ്ടായി? അങ്ങ് വല്ലാതെ കിതയ്ക്കുന്നുണ്ടല്ലോ. ആ തോമ മരത്തടി കൊണ്ടുവന്നിട്ടിരിക്കുന്നത് എന്റെ മഠത്തിന് തൊട്ടാണ്. അവിടെയാണ് ദേവാലയം പണിയാൻ പോകുന്നതെങ്കിൽ അങ്ങേക്ക് ഇതിലും മനോഹരമായ ഒരു മഠം മറ്റൊരു സ്ഥാനത്ത് നാം പണിതു തരുന്നതാണ്. തലമുറ തലമുറയായി താമസിച്ചിരുന്നത് അവിടെയാണ്. ആ സ്ഥലം ഉപേക്ഷിച്ചാൽ പക്ഷെ നാം അദ്ദേഹത്തിന് കൊടുത്ത വാക്ക് പാഴായി പോകാൻ പാടില്ല. എങ്കിലും ആചാര്യരെ, എത്രയോ മനുഷ്യരുടെ അക്ഷീണ പരിശ്രമം കൊണ്ട് സാധിക്കാത്ത കാര്യങ്ങൾ ആ മഹാത്മാവ് തനിയെ നിർവഹിച്ചിരിക്കുന്നു. ആ അമാനുഷിക വൈഭവം നാം അംഗീകരിക്കണം. ആ ആരാധ്യ പുരുഷന്റെ ആധ്യാത്മിക സാമീപ്യം അങ്ങേക്കും അഭിവൃദ്ധിക്കല്ലാതെ അഭിമാനക്ഷയത്തിന് ഇടവരുത്തുകയില്ലല്ലോ. രാജകൽപ്പന അനുസരിക്കാൻ നിർബന്ധിതനാണല്ലോ ഞാൻ. സഹോദരന്മാരെ, പരസ്പര സ്നേഹമൊഴികെ യാതൊരു കടപ്പാടും ആരോടും ഉണ്ടാകരുത്. കൊല്ലരുത്, കക്കരുത്, കാമത്താൽ തെറ്റരുത്, കള്ളസാക്ഷി പറയരുത്, അന്യന്റെ വസ്തുക്കൾ ആഗ്രഹിക്കരുത്. ഇങ്ങനെയുള്ള എല്ലാ കൽപ്പനകളും നിന്നെപ്പോലെ തന്നെ നിന്റെ അയൽക്കാരനെയും സ്നേഹിക്കുക എന്ന കൽപ്പനയിൽ അടങ്ങിയിരിക്കുന്നു. ഉണ്ണാൻ കൂടുതലുള്ളവൻ വിശക്കുന്നവനെ മറക്കാതിരിക്കുക. ഉടുക്കാൻ കൂടുതലുള്ളവൻ അതില്ലാത്തവന് കൊടുക്കാൻ തുനിയുക. ഭക്ഷണത്തിലും പാനീയത്തിലുമല്ല, നീതിയിലും സമാധാനത്തിലും, സ്നേഹത്തിലും വിശ്വാസത്തിലും, പരിശുദ്ധാത്മാവിന്റെ സന്തോഷത്തിലും അത്രേ ദൈവരാജ്യം സ്ഥിതി ചെയ്യുന്നത്. വിലപിക്കുന്നവരോടൊത്ത് വിലപിക്കുവിൻ, സന്തോഷിക്കുന്നവരോടൊത്ത് സന്തോഷിക്കുവിൻ. പ്രിയേ, വിശുദ്ധ തോമായുടെ അത്ഭുത കൃത്യങ്ങളെക്കാൾ അദ്ദേഹത്തിന്റെ സേവന സന്നദ്ധതയാണ് നമ്മെ കൂടുതൽ ആകർഷിച്ചത്. ഗുരുമുഖത്ത് നിന്നും അഭ്യസിച്ചത് അതാണല്ലോ. ശരിയാണ്. മാനവ സമുദായത്തിന്റെ സമുദ്ധാരണത്തിന് വേണ്ടി ആത്മത്യാഗം ചെയ്ത യോഗീവര്യൻ. അദ്ദേഹത്തിന്റെ കാലടികൾ പിന്തുടരാൻ നാം ആഗ്രഹിക്കുന്നു. പക്ഷേ എന്താണ് ഒരു പക്ഷേ? അതോ ഹൈന്ദവ ധർമ്മത്തിലും പുരാതനമായ മാമൂലുകളിലും മുറുകെ പിടിക്കുന്ന നിന്റെ മാതാപിതാക്കൾ അതിനനുവദിക്കുമോ എന്നാണ് നമ്മുടെ ശങ്ക. ഭാരതത്തിൽ ഒരു വനിതയ്ക്ക് മാതാപിതാക്കളല്ല, ഭർത്താവാണ് കാണപ്പെട്ട ദൈവം. അദ്ദേഹത്തിന്റെ കാലടിപ്പാടുകൾ പിന്തുടരുവാൻ അവൾക്ക് ആരുടെ അനുവാദം ആവശ്യമില്ല. നാം യഥാർത്ഥത്തിൽ സുഹൃതം ചെയ്തവന്. നിന്നെ പോലൊരു പട്ടമഹർഷിയെ ലഭിച്ച ഭാഗ്യവാൻ. നമ്മുടെ എല്ലാ അസ്വസ്ഥകളും ഇതാ അവസാനിച്ചു. ആ തോമ പറയുന്നതാണ് മഹാരാജാവിന് ഇപ്പോൾ വേദവാക്യം. ഇന്നുവരെ എന്റെ ഉപദേശങ്ങൾ അദ്ദേഹം അവഗണിച്ചിരുന്നില്ല. ഇപ്പോൾ എന്നേക്കാൾ മമത, മറ്റാരേക്കാളും മതിപ്പ് അയാളോടാണ്. അങ്ങിപ്പോഴും മഹാരാജാവിന്റെ ഗുരുവും ഉപദേഷ്ടാവുമല്ലേ? ആ സ്ഥാനം തട്ടിയെടുക്കാനാണ് തോമസ് ശ്രമിച്ചുകൊണ്ടിരിക്കുന്നത്. അതേതായാലും നടക്കാൻ പോകുന്നില്ല. തോമായുടെ ഞുണുക്ക് വിദ്യകളിൽ മഹാരാജാവ് കുടുങ്ങിയിരിക്കുകയാണ്. അവനെ എങ്ങനെയെങ്കിലും ഇവിടെ നിന്ന് കരകരുത്തിയില്ലെങ്കിൽ ഞങ്ങൾ എന്ത് വേണം പറയൂ. അവരെ ഇവിടെ നടിച്ചോടിക്കണോ, തല്ലിക്കൊന്ന് കുഴിച്ചുവിടണോ? എന്തിനും ഞങ്ങൾ തയ്യാർ. വരട്ടെ, അല്പം കൂടി നോക്കാം, എന്നിട്ട് നമുക്ക് തീരുമാനിക്കാം. എവിടെ പോയിരിക്കുക? എന്തിനാ അറിയുന്നത്? ഓ, അച്ഛൻ പറഞ്ഞയച്ചതായിരിക്കും സ്വാമിയാർ എവിടെയുണ്ടെന്ന് തിരക്കി വരാനല്ലേ? അച്ഛനല്ലെങ്കിലും സ്വാമിയാരോട് വെറുപ്പാ. ആ, അത് തന്നെയാ പറഞ്ഞത്. തല്ലിക്കൊല്ലാൻ തക്കം നോക്കി ഇറക്കിയല്ലേ? അതൊന്നും എനിക്ക് അറിഞ്ഞുകൂടാ. പിന്നെന്തിനാണോ താൻ ഈ സ്വാമിയാരെ അന്വേഷിച്ചു നടക്കുന്നത്? എനിക്കും അദ്ദേഹത്തിന്റെ ശിഷ്യനായാൽ കൊള്ളാമെന്നുണ്ട്. അതിന് നിന്റെ അച്ഛൻ സമ്മതിക്കുമോ? സ്വാമിയാരെ സമ്മതിച്ചാൽ മതി. വേണ്ട കുഞ്ഞ്, നിന്റെ അച്ഛൻ നിന്നെ തല്ലിക്കൊല്ലു. കൊന്നോട്ടെ, എനിക്കും അദ്ദേഹത്തിന്റെ ശിഷ്യനാകണം. അതിന് സ്വാമിയാരിപ്പോ ഇവിടെ ഇല്ലല്ലോ. വരുമ്പോ ഞങ്ങൾ പറയാം. അല്പം വെള്ളം തരാമോ? കൊണ്ടുതരാം. കുഞ്ഞേ, ഇവിടത്തെ വെള്ളം നിനക്ക് കുടിക്കാൻ പറ്റിയതല്ല. നീ കുടിക്കുന്നത് കൊണ്ടല്ല, ഞങ്ങൾ നിനക്ക് തരുന്നതായിരിക്കും മഹാഭാവം. അച്ഛൻ അറിയില്ലെന്നേ, വല്ലാതെ ദാഹിച്ചിട്ടാ. ഓ, എന്നാ ശകലം വെള്ളം കൊടുക്കും.